ഒരു കള്ളൻ 3 ദിവസത്തോളം ഒരു കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി. പുറത്തിറങ്ങാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ചൂടുകൊണ്ട് മരിക്കാറായപ്പോൾ കാറിന്റെ ഉടമയുടെ ഫോൺ വന്നു. പുറമേ നിന്ന് കാണാൻ പറ്റാത്തതും വെടിയുണ്ട ഏൽക്കാത്തതും ശബ്ദം കടക്കാത്തതുമായ ഒരു പ്രത്യേകതരം ഗ്ലാസാണ് കാറിനുള്ളതെന്ന് ഉടമ കള്ളനോട് പറഞ്ഞു. ഇത് കേട്ട് കള്ളന് ദേഷ്യം വന്നു. ഉടൻ പുറത്തുവിട്ടില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് കള്ളൻ അലറി. പക്ഷെ ഉടമ ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് കാറിന്റെ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ പേടിച്ച കള്ളൻ പാസഞ്ചർ സീറ്റിലിരുന്ന് ആ കാറ്റ് ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ കാറ്റിന്റെ വേഗത കൂടുകയും ഉള്ളിലെ ചൂട് അതിവേഗം കുറയുകയും ചെയ്തപ്പോൾ അയാൾക്കെന്തോ പന്തികേട് തോന്നി. കള്ളൻ പെട്ടെന്ന് കൂടുതൽ വസ്ത്രങ്ങൾ ധരിച്ചു. എന്നിട്ട് ഒരു പത്രം കീറി എയർവെന്റുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. തണുത്തു വിറച്ച് മരിക്കാറായപ്പോൾ ഉടമ റിമോട്ട് ഉപയോഗിച്ച് AC ഓഫ് ചെയ്യുകയും വീണ്ടും വിളിക്കുകയും ചെയ്തു. ദാഹിച്ച് വലഞ്ഞ കള്ളൻ വെള്ളത്തിനായി യാചിച്ചു. പക്ഷേ ഉടമ അത് കാര്യമാക്കാതെ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. കള്ളന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പുറത്തിറങ്ങിയില്ലെങ്കിൽ കാറിനുള്ളിൽ മരിക്കുമെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്നൊരു പോലീസ് കാർ അടുത്തു നിർത്തി. താൻ രക്ഷിക്കപ്പെടുമെന്ന് കള്ളൻ കരുതി. അയാൾ ഉറക്കെ സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന് അയാളെ കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. കാറിനോ പാർക്കിംഗ് സോണിലായിരുന്നതുകൊണ്ട് പാർക്കിംഗ് ടിക്കറ്റ് നൽകാനാണ് അദ്ദേഹം വന്നത്. ഉദ്യോഗസ്ഥൻ മുൻ ഗ്ലാസിൽ ടിക്കറ്റ് വെച്ചുപോയി. കള്ളന് വീണ്ടും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. മറ്റൊരു കള്ളൻ വന്ന് കാർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്കും ഭാഗ്യമുണ്ടായില്ല. അടുത്തുനിന്ന ആളുകൾ അയാളെ കണ്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വീണ്ടും വന്ന് അയാളെ പിടികൂടി. രാത്രിയായിട്ടും ആദ്യത്തെ കള്ളൻ കാറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നിരാശയിൽ അയാൾ പലതവണ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി. അത്ഭുതമെന്ന് പറയട്ടെ, എഞ്ചിൻ സ്റ്റാർട്ടായി. പ്രതീക്ഷയുടെ ഒരു കിരണം അയാൾ കണ്ടു. അയാൾ വേഗത്തിൽ കാർ റിവേഴ്സ് ഗിയറിലിട്ട് പിന്നോട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അതിവേഗം ഇടിച്ചു. ആ കൂട്ടിയിടി അത്രയും ശക്തമായിരുന്നു. കാറിന്റെ പിൻഭാഗം ഇളകുകയും അയാൾ ശക്തിയായി ചവിട്ടി അത് തകർക്കുകയും ചെയ്തു.